ആമേൻ ആമേൻ. ഏതിൻ്റെയും അന്ത്യമാണ് ആരംഭത്തെ കാളും മെച്ചം. ആദ്യ ചുവടുകൾ പാളിപ്പോയാലും കർത്താവൊത്ത് അന്ത്യം ശുഭമാക്കണം. സഭാപ്രസംഗകൻ 7-ാം അധ്യായം 8-ാം വാക്യം. എന്തിൻ്റെയും അന്തമാണ് ആരംഭത്തേക്കാൾ മഹനീയം. ചിലപ്പോൾ നന്നായി നമ്മൾ തുടങ്ങി ബഹളം വെച്ച് വലിയ വാത്സല്യത്തോടെ, വലിയ കൊതിപ്പോടെ, കിതപ്പോടെ, ഒരു ഉത്സാഹത്തോടെ തുടങ്ങിയ പല കാര്യങ്ങളും പിന്നീട് അവസാനിച്ചപ്പം കൃപയുടെ പോയി, നന്മയുടെ പോയി, ഫലം എവിടെ പോയി? ആദ്യ ചുവടുകൾ പാളിപ്പോയി കാണും, നമുക്ക് ഒരുപാട് കാലം നഷ്ടപ്പെട്ടു പോയി കാണും. പക്ഷേ ആദ്യമൊക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, പകുതി വഴിയിലും പോയെങ്കിലും, പകുതി കഴിഞ്ഞ് പോയെങ്കിലും, പിന്നെയും കർത്താവിൻ്റെ കരുണയിൽ അന്ത്യം കൃപയാക്കാൻ, അന്ത്യം ശുഭമാക്കാൻ നമ്മൾ കഷ്ടപ്പെടണം. അങ്ങനൊരു സാധ്യത നമുക്കുണ്ട്. നിൻ്റെ ആദ്യമൊക്കെ പാളിപ്പോയെങ്കിലും അന്ത്യം നിനക്ക് ശുഭകരമാക്കുമ്പോൾ തമ്പുരാൻ നിൻ്റെ കൂടെ നിൽക്കും. ഞാൻ കുട്ടനാട്ടുകാരനാണ്. ഈ നെഹ്റു ട്രോഫിക്ക് വള്ളം തുഴഞ്ഞു വരുമ്പം പലപ്പോഴും ചില വള്ളങ്ങളൊക്കെ പുറകിലായിരിക്കും. പക്ഷേ അവസാനത്തെ ഒരു 200 വാര അവർ ജീവനിട്ട് പിടിച്ച് മുന്നോട്ട് വന്ന് കുതിച്ച് കയറി ജയിക്കുന്നത് കണ്ടിട്ടുണ്ട്. നിൻ്റെ ആരംഭം മുഴുവൻ പാളിപ്പോയേക്കാം, പകുതി ജീവിതം നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷേ നിൻ്റെ അന്ത്യം ശുഭമാക്കുന്നതോടുകൂടി നീ രക്ഷപ്പെടും. നമുക്കൊരു വാശി വേണം. നല്ല കാലമെല്ലാം നഷ്ടപ്പെട്ടു പോയി, പക്ഷേ അന്ത്യം ശുഭമാക്കണം. ഞാൻ മരിക്കും മുമ്പ് വിശുദ്ധീകരിക്കപ്പെടുമെന്നൊരു വാശി നമുക്ക് വേണം. ആ വാശിയെ ദൈവം തുണയ്ക്കും. ആമേൻ. ഏതിൻ്റെയും അന്ത്യമാണ് ആരംഭത്തെ കാളും മെച്ചം. ആദ്യ ചുവടുകൾ പാളിപ്പോയാലും കർത്താവൊത്ത് അന്ത്യം ശുഭമാക്കണം.